ഹൃദയത്തോട് ചേർത്ത് വെക്കാം. ബോംബെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും നേതൃത്വത്തിൽ ഹോട്ടൽ ഉടമകൾക്ക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെയും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെയും നേതൃത്വത്തിൽ സുരക്ഷിതാഹാരം, ആരോഗ്യത്തിന് ആദരം എന്നീ വിഷയത്തിലാണ് ബോധവൽക്കരണ ക്ലാസ് നടത്തിയത്. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. ക്ലാസ് പഠിക്കുകയും അത് ചെയ്യുന്ന ഒന്നാണിത്. നമുക്കറിയാം, ഇപ്പോൾ കേരളത്തിൽ, ഇന്ത്യയിൽ, ലോകത്ത് കണ്ടുവരുന്ന ഏറ്റവും വലിയ സംഭവം എന്ന് വെച്ചാൽ കേരളം ഒരു ഫുഡ് ഹബ്ബായി കൊണ്ട് മാറിയിരിക്കുകയാണ്. ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള ഫുഡുകൾ കിട്ടുന്ന ഒന്നായിക്കൊണ്ട് കേരളം മാറിയിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. അനുദിനം പുതിയ പുതിയ കടകളും സ്ഥാപനങ്ങളും വൈവിധ്യമുള്ള ഫുഡുകളും ലോക നിലവാരമുള്ള ഫുഡുകളും നമ്മുടെ കേരളത്തിൽ മാത്രമേ കിട്ടൂ. വിദേശങ്ങളൊക്കെ പോയെങ്കിൽ നമുക്ക് അവിടെയുള്ള ഫുഡുകളെ കിട്ടും. നമ്മുടെ ഫുഡിൻ്റെ ഒരു സംസ്കാരം തന്നെ മാറി സർവ്വ ഫുഡുകളും കിട്ടുന്നൊരു ഹബ്ബായി നമ്മളെ കേരളം മാറിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ മാറ്റം വന്നിട്ടുള്ളത് മലബാറിലാണ്. അത് ഏറ്റവും കൂടുതൽ വർധന വന്നിട്ടുള്ള ജില്ല മലപ്പുറം ജില്ലയാണ്. മലപ്പുറം ജില്ലയിൽ കിട്ടാത്ത ലോകത്തെ ഒരു ഫുഡുകളുമില്ല. അപ്പോൾ അതിനനുസരിച്ച് ചില പ്രയാസങ്ങളും ഉണ്ട് എന്ന കാര്യം നമുക്ക് സമ്മതിക്കാതെ വയ്യ. ആ പ്രയാസങ്ങളെ മാറ്റി ഏറ്റവും നല്ല ഫുഡ്, ഏറ്റവും നല്ല ഭക്ഷണം, സുരക്ഷിത ഭക്ഷണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് നമുക്ക് സമൂഹത്തെ സേവിക്കാൻ സാധിക്കും. യൂണിറ്റ് പ്രസിഡന്റ് സബ്കാമിർ അധ്യക്ഷത വഹിച്ചു. ഫുഡ് സേഫ്റ്റി കമ്മീഷണർ എ ഷംസിയ മുഖ്യപ്രഭാഷണം നടത്തി. 5 മണിക്കകം അത് കഴിച്ചിരിക്കണം, മനസ്സിലായോ? ഇനി കൊണ്ടുപോയി രാത്രിയാണ് കഴിച്ചെങ്കിൽ അത് കേസായ നിങ്ങൾക്ക് എന്ത് പറയാം? ഞങ്ങൾ കൃത്യമായി കൊടുത്തിട്ടുണ്ടായിരുന്നു, പാഴ്സൽ സ്റ്റിക്കർ ഉണ്ടായിരുന്നു, അതിലെന്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഇത്ര സമയത്തിനകം കഴിക്കണം. കാരണം മയണൈസ് പോലുള്ള അത് 2 മണിക്കൂറിന് ശേഷം ഇരിക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഫുഡ് പോയ്സൺ വരുന്നത് കണ്ടിട്ടുണ്ടോ? കഴിച്ച എല്ലാവർക്കും വരുമോ? ചിലവർക്കാണ് വരുന്നത്. ചിലവർക്ക് അത് പ്രതിരോധശേഷി കൂടിയ ആൾക്കാരുണ്ടാവും, അവർക്കത് കാര്യമായിട്ട് ബാധിക്കത്തില്ല. അപ്പൊ ബാധിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും? ഈ സമയം മറികടന്നാണ് പോയതെങ്കിൽ ചിലർക്കത് വളരെ ഗുരുതരാവസ്ഥയിൽ വരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നിങ്ങൾ റിസ്ക് എടുക്കാതിരിക്കാൻ, ആ റിസ്ക് വരാതിരിക്കാൻ എന്ത് ചെയ്യുക? എപ്പോഴൊരു പാഴ്സൽ സ്റ്റിക്കർ നിർബന്ധമായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. സംഘം മണി, ഈസ്റ്റേൺ നിസാർ, നെസീസ് ഗഫൂർ, റോയൽ നവാസ് എന്നിവർ സംസാരിച്ചു.